ബിരിയാണിയുടെ ടേസ്റ്റുള്ള നൂഡിൽസോ അതേന്ന് ഈ ഒരു നൂഡിൽസിന് ഇവിടെ ഫാൻസ് കുറച്ച് കൂടുതലാണ്. എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം നല്ല കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം എടുക്കാം കേട്ടോ. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഒന്നിനു പിറകെ ഒന്നായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ക്യാബേജ് ഇല്ലായിരുന്നു. ക്യാബേജ് കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാ. ഇതെൻ്റെ സ്വന്തം റെസിപ്പി ആട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാല മസ്റ്റ് ആട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് യിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റ് മസാല ഫുള്ളായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ നൂഡിൽസും കൂടി ഇതിലിട്ടാണ് വേവിക്കുന്നത്. ഞാൻ എടുത്തിട്ടുള്ളത് യിപ്പി ആട്ടോ. ഇതിൻ്റെ ഈ ഒരു 2 പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇനി വെള്ളത്തിൻ്റെ കുറവ് വല്ലതും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാവേ. പിന്നെ ഈ മൂടി തുറന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നൂഡിൽസ് അത്ര ഹെൽത്തി ഒന്നും അല്ല, എന്നാലും വല്ലപ്പോഴും ഉണ്ടാക്കുന്നതുകൊണ്ട് അങ്ങനെ തെറ്റൊന്നും ഇല്ല കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ നൂഡിൽസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. രാവിലെ സ്കൂളിൽ പോയപ്പം മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉമ്മി ഞങ്ങൾ വരുമ്പോഴേ നൂഡിൽസൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി ഞങ്ങളെ കാത്തിരിക്കണേന്ന്. അപ്പോൾ അവരുടെ സ്കൂൾ ബസ് വരാറായപ്പം ഞാൻ ഇതൊക്കെ റെഡിയാക്കി കാത്തിരിക്കുക. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.